ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാളയെടുത്ത് ഞാൻ ഒരു പരുവത്തിലായി. അവസാനത്തെ ശ്രമമെന്ന നിലയിൽ അരിമേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ അനുഗ്രഹിക്കണമേ. ഏയ്, ആർക്കും സംശയം തോന്നരുത്. പശു അപ്പിടുന്നത് പോലെ വേണം ഇട്ടിട്ട് പോകാൻ. എന്നാ പിന്നെ പശുവിന് വാടകയ്ക്ക് എടുക്ക്. വാ. ദൈവമേ, ആദ്യമായിട്ട് ഒരു മലങ്കോള് തന്നെ കിട്ടണേ. പശുവിനേക്കാളും നല്ലത് പോത്താണ്. അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത്. ഇടാ, വാഴ പിടിക്കാണ്ട് അള്ളു വെക്കണം പോത്തെ. വണ്ടിയൊന്നും കാണാനില്ലോടാ. എടാ, വണ്ടിക്കാരെ ക്യാൻവാസ് ചെയ്ത് ഒരാളെ നിർത്തിയിട്ടുണ്ടല്ലോ, ജാക്കി. അവനത് ചെയ്തോളും. നിങ്ങൾ വന്നേ. ഈ ഡ്രൈവർമാർ തെണ്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും എന്റെ കർത്താവേ? സക്സസ്. പോലീസെങ്കിൽ പോലീസ്. എന്തൊരു ഗതികേട്. ഇനിയിപ്പോ എന്തോ ചെയ്യാ? ഞാനെന്ത് ചെയ്യാനാ? എന്ത് പറ്റി സാർ? പഞ്ചറായി. ഭാഗ്യം. അല്ല, ഇവിടെ വെച്ച് പഞ്ചറായത് ഭാഗ്യം. തൊട്ടപ്പുറത്തായിരുന്നെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു. ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു പേടി. അങ്ങനെ ഒരു ഭാഗ്യം. സാറ് ഇനിയിപ്പോ പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ 10 കിലോമീറ്റർ അപ്പുറത്തെങ്ങാണ്ട് ഒരു കടയുള്ളൂ സാർ. സാറേ, ഈ സ്റ്റെപ്പിനില്ലയോ? അല്ല, സ്റ്റെപ്പിന് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിനും കൂടി പഞ്ചറായിട്ട് ആ 2 പഞ്ചറായിട്ടുള്ള ടയർ ഉരുട്ടിക്കൊണ്ട് ഏതെങ്കിലും പഞ്ചർ വർക്ക്ഷോപ്പിലേക്ക് സാറ് പോയി. സൂപ്പറായിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന ടീം ഇവിടെ അടുത്തുണ്ട് സാർ. ഞാൻ പോയി വിളിച്ചോട്ടെ. വേഗം വേണം, എനിക്ക് എസ്കോർട്ട് പോകാനുള്ളതാ. സാറ് ആയിക്കോട്ടെ, എവിടെ വേണം, നമുക്ക് കാശ് എത്തി. എന്താ പറഞ്ഞേ? ഞാൻ പോയി വിളിച്ചോണ്ടേ സാർ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചർ ഒട്ടിക്കാൻ കാണുന്നില്ലല്ലോ. ഇത് ഇന്ന് എന്നെ പൂട്ടേണ്ടി വരും. നീ എവിടാ ചാണകം വിട്ടത്? ഞാനല്ല, പശുവാണ് ചാണകം വിട്ടത്. അതല്ലടാ, റോഡിൽ തന്നെ അല്ലേ ചാണകം വിട്ടത്? പിന്നെ ഓട്ടോറിക്ഷ മുതൽ തമിഴം പാണ്ടി ലോറി വരെ കയറാൻ പാകത്തിലാണ് സംഭവം ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ആശാൻ ഈ വണ്ടിയിലൊന്ന് കയറ്റി നോക്ക്. ആദ്യം ഈ വണ്ടി തന്നെ പഞ്ചർ ആയിക്കോട്ടെ. ആശാനെ, എര വല്ലതും വീണോ? ഒരു ജീപ്പ് വന്ന് കയറിയിട്ടുണ്ട്. ഞാനവരെ പിടിച്ചിരുത്തിരിക്ക. വേഗം വാ. പഞ്ചർ ജീപ്പിക്കാര്. തുടക്കം മോശമല്ല. ഐശ്വര്യ ഒരു അള്ളു വെച്ചത് എങ്ങനെ? പോലീസ് ജീപ്പാണെന്ന് നേരത്തെ പറയായിരുന്നു. എന്താ തെണ്ടി? അവനെന്താശനെ, നമുക്കിട്ട് പണിയുന്നവരില്ലേ, ആദ്യ പണി അവർക്കിട്ട് തന്നെ തുടങ്ങാം. നല്ല ഐശ്വര്യമായിരിക്കും. പണി തുടങ്ങാം. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. പഞ്ചർ പ്രദേശ് ഇത് കൊള്ളാമല്ലോ. അതെ സാർ, ഇത് ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്തും. അതെ. കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്തും. വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും. വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ തന്ത എത്തും. പഞ്ചർ എവിടെയുണ്ടോ അവിടെയുണ്ട് പഞ്ചർ പ്രദേശ്. അതെ, ഈ പഞ്ചർ കണ്ടുപിടിച്ചേ അല്ല ആശാന. പ്രദേശ് റെഡി, പണി തുടങ്ങൂ. ഇവർ തുടങ്ങും. സാറ് എന്ന് കാര്യമായിക്കൊന്നുമില്ല. തീരെ താഴെടുക്കും. സാറ് പോയി ചാടിച്ചിട്ട് വാ. അസനേ, പിന്നൊരു കാര്യം, ആദ്യമായിട്ട് കിട്ടിയ കോള എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. ഷെയറാ? എടാ, നാട് മുഴുവൻ കള്ള ട്രിപ്പ് അടിച്ചു കിടന്നിരുന്ന നിന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹപ്പിരിവും RTO ഏമാന്മാരുടെ ഉല്ലാസപ്പിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്നതാണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയ നിന്നെ ഓച്ചന്തുരത്തിലെങ്ങാണ്ട് ഒരു പഞ്ചർ കട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന് പോലും പഞ്ചറൊട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ 500 ഉലുവ എടുത്തു വെച്ച് പൊട്ടം ബിസ്ക്കറ്റ് കണ്ടമാതിരി എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ട് നോക്കിയിരുന്ന ഈ പീറ്ററിനെയും ചേർത്തിണക്കി പഞ്ചർ ബ്രദേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട്. ഉണ്ടാക്കായിരിക്കും. അല്ലടാ, കണക്ക് പറഞ്ഞാൽ 50% ഷെയർ നീ എനിക്കാ തരേണ്ടത്. ഓക്കെ. സാർ, എല്ലാം ചേർത്ത് 150 രൂപ. പിന്നെ സാറിന് പോലീസുകാരൻ അതിന്റെ പേരിൽ 50 രൂപ കുറച്ച് തന്നാ മതി അല്ലേ? അത് മതി. അപ്പൊ 100 രൂപ. 200 രൂപ എന്നാണ് 50 രൂപ കുറച്ചത്. 150 രൂപ എണ്ണി തരണം.
പഞ്ചർ ഒട്ടിച്ചതിനും കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ സാർ കാശ് ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശ് കൊടുത്ത കാര്യത്തിന് താൻ കേട്ടിട്ടുണ്ടോ? അല്ല സാർ, ഒരു മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഓ, കൈക്കൂലി അല്ലേ? ശരി. മേലാൽ ഈ ജാതി കേസ് കെട്ടും കൊണ്ടുവന്ന അള്ളു വെക്കുന്ന വണ്ടിക്കായിരിക്കില്ല നിന്റെ. അയ്യോ പാവാ, പുതിയതായിട്ട് കിട്ടിയ പണിയാ, ആദ്യമായിട്ട് കിട്ടിയ ചാൻസും പണവും പോയില്ലേ? ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും? ഓ, നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമല്ലേ ഉള്ളൂ വീടും കൂടി. ഞാനൊരു അനാഥനല്ലേ. ശരി ബ്രദേഴ്സ്, ഗെറ്റ് റെഡി. ലൊക്കേഷൻ ഷിഫ്റ്റ്. ഈശോയെ, മോന്റെ കത്തായിരിക്കും. അതെ, കത്ത് വന്നു. പക്ഷെ ചെലവിലുള്ള കാശ് മാത്രം വന്നില്ല. ഈ തവണയും പഴയ പല്ലത് തന്നെ. അത്യാവശ്യം വല്ല വേണമെങ്കിൽ ചോദിക്കാം. നിന്നോടോ? എന്നോടല്ല, ആശാനോട്. ചായക്കട നേരത്തെ അടച്ചാ? എങ്ങനെ അടക്കാതിരിക്കും? നമ്മളല്ലേ പറ്റുകാരി. പറ്റുകാരല്ല, പറ്റിപ്പുകാരി. ഒരു കാര്യം ഇഷ്ടത്തിന് ആ കേശവുള്ള ചേട്ടന് ഈ തൊഴുത്തിലൊന്നും ഇറക്കേണ്ട വല്ല കാര്യമുണ്ടാ? പോത്തുപോലെ 4 മക്കളുള്ളത്. അതുകൊണ്ടാണല്ലോ തന്ത തൊഴുത്തിലായത്. മക്കൾ അപ്പനോളമായാൽ അപ്പൻ വെറും ശപ്പൻ. എന്ത്? നിന്റെ കാര്യമല്ലടാപ്പ. പിന്നെ ഇന്ന് ഏത് ജോലിക്കുള്ള ആപ്ലിക്കേഷനാ ഇത്? ഫുഡ് ഇൻസ്പെക്ടർക്കുള്ള അപേക്ഷ. ഫാസ്റ്റ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത നീയാണോ ഫുഡ് ഇൻസ്പെക്ടർ ആകാൻ പോകുന്നത്? അതെ, ഈ ഫുഡിനൊക്കെ ഇൻസ്പെക്ടർ ഉണ്ടോ? പിന്നെ ഫുഡ് കൂടുതൽ കഴിക്കണ ഇൻസ്പെക്ടർമാരാണ് ഫുഡ് ഇൻസ്പെക്ടർ. അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് അയച്ചാണ്ടതല്ലേ? അതെ, ഈ കോംപ്ലിക്കേഷൻ എടുത്ത് എന്ന് തീരുവിടോ ബോസ് ഏട്ടാ, ഇതെന്റെ അവസാനത്തെ ആപ്ലിക്കേഷൻ. അയ്യോ, ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ വിഷം ഓടിക്കൂ. ഞാൻ അടുത്ത് എഴുതും. അല്ലാതെ ഞാനാ ഇവന് മാറ്റം നിനക്കൊന്നും തോന്നുന്നില്ല. ശീലമായി പോയി. എടാ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കരുത്. എന്തൊരു ഗന്ധം. എന്തോ ഇത് കൊട്ടാരമൊന്നും അല്ലല്ല. നിങ്ങളെ പോലെ തന്നെ ഡെയിലി 10 രൂപ വാടക കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ കഴിയണത്. ഈ മണം കുറച്ച് സഹിക്കേണ്ടി വരും. വെറുതെ അല്ല നിന്റെ കീടനാശിനി എന്ന് വിളിക്കുന്നത്. ഇവൻ ഈ സത്രം മാറ്റിച്ചേ അടങ്ങും. നീ മാവില് മരുന്നടിച്ചിട്ട് അതില് തേങ്ങ ഉണ്ടായെന്ന് കേട്ടല്ല? അതരബദ്ധം പറ്റിയതാണ്. മരുന്ന് മാറിപ്പോയി. എങ്ങനെ അടിക്കണ്ടായിരുന്നു മാവിനടിച്ച്. അതെ, മാസ വാടകയും ചോദിച്ചു ഓണർ ഒരാളെ വിട്ടായിരുന്നു. 5-6 വണ്ടി ഒന്നിച്ച് പഞ്ചറാകട്ടടാ. വാടക മുഴുവൻ ഒറ്റ അടിക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒറ്റ ഇടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞാണ് പോയേക്കണത്. എന്തുകൊണ്ട് തിരഞ്ഞെടുത്ത 1001 ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുക്കാത്ത 2002 ഉത്തരങ്ങൾ കൊണ്ട് ചുട്ട മറുപടി നൽകുന്നു. കാക്ക കുളിച്ചാൽ കൊക്കാകാത്തത് എന്തുകൊണ്ട്? യേശുദാസ് താടി വളർത്തുന്നത് എന്തുകൊണ്ട്? MG ശ്രീകുമാർ താടി വളർത്താത്തത് എന്തുകൊണ്ട്? IM വിജയ് മലയാള സിനിമയിൽ എത്തിയത് എന്ത് കണ്ടുകൊണ്ട്? നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നാളെ ബസ്സിൽ കയറി ആൾക്കാരെ പറ്റിക്കാനുള്ള റിഹേഴ്സലാ. അത് മനസ്സിലായി. നീ വാടക തരാത്തത് എന്തുകൊണ്ട്? ഈ ബുക്ക് ആരും വാങ്ങാത്തത് കൊണ്ട്. ഇവന്റെ പരാതിക്കാരും പിടിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു കാര്യം ഞാൻ എല്ലാരോടും പറയാണ്. നാളെ മുതൽ കൃത്യമായിട്ട് വാടക തന്നില്ലെങ്കിൽ എന്റെ കളിയും ചിരിയൊക്കെ അങ്ങ് മാറും. ഓണറെ കൊണ്ട് എന്റെ കഴുത്തിന്റെ അളവെടുക്കാനുള്ള ഇടവരുത്തരുത്. ആ ചായക്കടക്കാരന്റെ മകനെ കണക്കിന് നല്ല മാർക്ക് കിട്ടിയെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു. ഇയാൾ എന്തിനാ എന്നോട് പറയുന്നേ? നിങ്ങൾ ചായ കുടിച്ചതിന്റെ പറ്റെഴുതിയാ കൊച്ചൻ കണക്ക് പഠിച്ചതെന്ന്. ആരും വിളിക്കണ്ട. ഇയാളെ മാറ്റി മോന്തിട്ടുണ്ടല്ലോ. കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ തൊട്ട് ചായ തരില്ലാന്നും പറഞ്ഞു. എന്റെ ഈശോയെ, ചായക്കടയിലെ പറ്റ്, ഇവിടുത്തെ വാടക റമ്മിരിപ്പുണ്ടോ? അടി തുടങ്ങാം. വേഗം കൊണ്ടുവാടാ. ഉറക്കം വന്നിട്ട് വയ്യ. നീ പോയി ഇറങ്ങിക്കോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. നിങ്ങൾ എല്ലാരും കൂടി സഹകരിച്ച് കഴിക്കോ. ഓ, കഴിക്കോളാമേ. ആ, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങളിത് കൈകാര്യം ചെയ്ത ശേഷം രാവിലെ എന്നോട് പറഞ്ഞാ മതി. ഒത്തുപിടിച്ചാ വേഗം പണി തീരും. ആ, നമ്മുടെ പണി വേഗം തീരുന്ന ലക്ഷണമാ. ഇവിടത്തെ സാറുമാര് മൂക്കറ്റം തിന്ന് കൂർക്കോം വലിച്ച് കിടന്നുറക്കം. നമ്മുടെ ഒരു കഷ്ടപ്പാട്. അനാഥരായി ജനിച്ചു പോയില്ലേ. എനിക്കിവിടെ ഇങ്ങനെ വല്ലവനും തിന്നുന്ന ചട്ടിയും കലവും കഴുകി കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. പിന്നെന്തിനാ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? വെറുതെ പട്ടിണി ഇറന്ന് ചാണ്ടെന്ന് എഴുതിയാ. എടാ, എല്ലുമുറിയെ പണി ചെയ്താ പല്ലുമുറി. എന്നിട്ട് എല്ലു മുറിയുന്നതല്ലാതെ പല്ലു മുറിയുന്നില്ലല്ലോ. എടാ, നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ശിശുദിനത്തിനും ഓണത്തിനും ഓരോരുത്തർ എത്ര കാശ് എവിടെ കൊണ്ട് കൊടുക്കുന്നത്? അതിന് വല്ല ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ആ ചെമ്പൂതത്തിന്റെ വെട്ടിപ്പോണ്ട ഇതൊക്കെ.
നിങ്ങൾ നോക്കിയോ, ഞാനൊരു ദിവസം അയാളുടെ ഡയഫ്രം അടിച്ച് പൊട്ടിക്കും. ഓ അയാളങ്ങ് നിന്നേരാൻ പോവാ പൊട്ടിച്ചോടാന്ന് പറഞ്ഞു. ഒന്ന് പോടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പാർട്ടി ഉണ്ടാക്കിയാലോ? എന്ത് പാർട്ടി? ഓൾ കേരള അനാഥ പാർട്ടി. എങ്കി പിന്നെ ചെമ്പൂതത്തിന്റെ കൈകൊണ്ടായിരിക്കും നമ്മുടെ അന്ത്യം. ചോദിക്കാനും പറയാനും നമുക്കാരും ഇല്ലല്ലോ. എടാ, എന്റെ അച്ഛനാരും അമ്മയാരെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയാം, അച്ഛൻ ഒരാണും അമ്മ ഒരു പെണ്ണും. എന്നെ ഇവർക്ക് കിട്ടിയത് ഒരു കുപ്പ തൊട്ടീന്നാ. ചുമ്മാതല്ല, നിന്റെ അടുത്ത് വരുമ്പോ ഒരു ചീഞ്ഞ നാറ്റം. വേഗം വാ, പെട്ടെന്നെല്ലാം റെഡി ആയിക്കൊള്ളണം. വാ ഇങ്ങോട്ട് വാ. തന്നെയാടാ ചെമ്പൂതം. കുളിക്കാൻ അല്പം വെള്ളം കോരി വെക്കാൻ പറഞ്ഞ നിന്റെയൊക്കെ സൗകര്യത്തിൽ നിൽക്കണം അല്ലേ? തന്തയും തള്ളല നിന്നെയൊക്കെ തീറ്റാമെങ്കിൽ അനുസരിപ്പിക്കാൻ എനിക്ക് അറിയണം. എല്ലാവന്മാരും ഇത് ശരിക്കും കണ്ടോ? നാളെ നിന്റെയൊക്കെ അനുഭവം ഇതായിരിക്കും. ജോജി, എടാ ജോജി, എണീക്കടാ. ആ കരിമ്പൂത്ത് നിന്നത്തേടി നടക്കുന്നു. അയാൾക്ക് വേറെ പണിയില്ല. പാവം പൊടിയൻ കല്ലുപ്പിന്റെ മോളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. ചെമ്പൂതം, കണ്ണിച്ചോര ഇല്ലാത്തവൻ. ഒരു കരിമ്പൂതവും ഒരു ചെമ്പൂതവും കുറെ നാളായി സഹിക്കുന്നു. ഇന്നൊരു പണി കൊടുക്കണം. സൂക്ഷിക്കണം, അറിയാലോ അനുഭവം. നീ പേടിക്കണ്ട. ജോജി, നിനക്ക് മാത്രം നേരം വെളുത്തില്ല അല്ലേ? എഴുന്നേക്കണം. ഇന്നലെ രാത്രി വൈകിയാ കിടന്നത്. എനിക്കൊട്ടും വയ്യ. വയ്യെങ്കിൽ എഴുന്നേറ്റ് ബുദ്ധിമുട്ടണ്ട. ഞാൻ പോയി താരാട്ട് പാടി ഉറക്കാൻ ആളെ ഏർപ്പാടാക്കാം. കണ്ടോ, താലപ്പൊലി എഴുന്നള്ളത്തോ കൊണ്ടല്ല നീ എഴുന്നേക്കൊല്ലടാ. അവന്റെ ഒരു ഒടുക്കത്തെ ഉറക്കങ്ങളല്ലേ. പട്ടിയവന്റെ എല്ലൊടിക്കണം. അയ്യോ!